ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തെക്കുറിച്ച് അതിൻ്റെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല ആളുകളും വീഡിയോകൾ എടുക്കുമ്പോൾ അവരുടെ ഒരു ബേസ് എന്ന് പറയുന്നത് 2011 മുതലുള്ള തെരഞ്ഞെടുപ്പുകളാണ്. പക്ഷേ ഞാൻ അന്ന് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു 2006 മുതലുള്ള ഒരു തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്തേ പറ്റൂ. ആ 2006 മുതലുള്ള തെരഞ്ഞെടുപ്പിന് ചരിത്രമെടുക്കാൻ കാരണം അവിടെ BJPക്ക് 2006 തന്നെ 25% വോട്ടുകൾ കിട്ടിയിരുന്നു. അതിൻ്റെ കാരണം അന്നവിടെ രാജഗോപാൽ മത്സരിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് കണ്ടിന്യൂസ് ആയി വോട്ട് ശതമാനം ഉയർത്തിയിട്ടുള്ള ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. ആ BJP 2011 വരുമ്പോൾ അവിടെ 19.86%, അതായത് 5% കുറഞ്ഞു. പക്ഷെ അതിനുശേഷം പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 2016 അവരുടെ വോട്ട് ശതമാനം 29.08 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10% വരുന്ന വോട്ടിൻ്റെ വർധനവുണ്ടാക്കിയത് അവിടെ ശോഭാ സുരേന്ദ്രനാണ്. പിന്നീട് അതിനുശേഷം ഒരു 6%-അപ്പുറം, അതായത് 35.34% വർധനവ് ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാൻ ടെക്നോക്രാറ്റ് മത്സരിച്ചപ്പോഴും വലിയ തോതിൽ അവിടെ വർധനമുണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ BJPയുടെ വോട്ടുകൾ അവിടെ ക്രമാനുഗതമായി വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് നമുക്ക് കാണാം. എന്നാൽ അതേസമയം അവിടെ തകർന്നടിഞ്ഞു പോയൊരു പാർട്ടി എന്ന് പറയുന്നത് LDF എന്ന് പറയുന്ന മുന്നണിയാണ്, വിശിഷ്യ CPM ആണ്. CPMൻ്റെ പാർട്ടി നമുക്കറിയാം 2011 അവിടെ 35.82% വോട്ടുണ്ടായിരുന്നു. ആ 2011 അവിടെ CPM തോൽക്കുന്നത്. അതിനു മുമ്പ് KK ദിവാകരൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 35.82% വോട്ടോടുകൂടി അദ്ദേഹം മാന്യമായി തോൽക്കുന്നു. ആ തോറ്റതിന് ശേഷം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ NN കൃഷ്ണദാസ് മത്സരിക്കുന്നു. അങ്ങനെ 28.07% ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് മാറുന്നു. പക്ഷെ അപ്പോൾ പോലും BJP ആയിട്ട് 1% വ്യത്യാസമേ ഉള്ളൂ. കാരണം ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നത് 29.08%. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം 2021 വരുമ്പോൾ CPM ഒന്നുകൂടി താഴേക്ക് പോകുന്നു, അതായത് 25.64%. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതേ 25.64% വ്യത്യാസമുണ്ടായിരുന്നു ചേലക്കരയിൽ K രാധാകൃഷ്ണന് അടുത്ത സ്ഥാനാർത്ഥിയുമായിട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ 39,000 വോട്ടിൻ്റെ വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു. ആ 25%-ലേക്കാണ് പാലക്കാട്ട് CPM എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നെ തൊട്ടടുത്ത ഒരു കക്ഷി എന്ന് പറയുന്നത് UDF ആണ്, അല്ലെങ്കിൽ വിശിഷ്യ കോൺഗ്രസ് ആണ്. അവിടെ ഏറ്റവും ആദ്യം ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വേണ്ടി എത്തുന്ന 2011 42.41% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. വോട്ടുകൾ പലപ്പോഴും കോൺഗ്രസ്സിന് പിന്നെയും കൂടിയിട്ടുണ്ട്. കാരണം 2011 മുതൽ ഇങ്ങോട്ട് എടുത്തു വെച്ച് നോക്കിയാൽ ഏതാണ്ട് 30,000 വോട്ടുകളുടെ വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും വോട്ട് ഷെയർ ഒരിക്കലും അത് എത്തിപ്പിടിക്കാനായിട്ട് പിന്നീട് ഷാഫി പറമ്പിൽ കഴിഞ്ഞിട്ടില്ല. 2016 അത് 41.77%-ലേക്കാവുന്നു. കാരണം ഇവരുടെ രണ്ടുപേരുടെയും വോട്ട് ഷെയറിൽ നിന്ന് മേജർ പാർട്ട് CPMൻ്റെയാണ്, പക്ഷേ കോൺഗ്രസിൻ്റെ കൂടി വോട്ട് ഷെയർ മേടിച്ചുകൊണ്ടാണ് BJP അവിടെ വളർന്നിട്ടുള്ളത്. പിന്നീട് 2021 എത്തുമ്പോൾ അത് വീണ്ടും കുറയുകയാണ്. അതായത് ചെറിയ കുറവാണ്, 38.06. അതായത് ആദ്യം 42, പിന്നെ 41, പിന്നെ 38 എന്ന് പറയുന്ന ശതമാനത്തിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. CPMൻ്റേത് വളരെ കുത്തനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം BJPയുടേത് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതാണ് ഈ കഴിഞ്ഞ നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ 52,779 വോട്ടുകൾ നേടാനായിട്ട് VK ശ്രീകണ്ഠന് കഴിഞ്ഞിരുന്നു. കൃഷ്ണകുമാർ തന്നെയാണ് അവിടെ മത്സരിച്ച്. അദ്ദേഹത്തിന് വെറും 43,072 വോട്ടുകളെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. LDFന് വീണ്ടും പഴയ പോലെ തന്നെ ഏതാണ്ട് 34,640 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ചരിത്രം ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ വെറുതെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദാംശങ്ങൾ അറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെയുള്ള മൊത്തം വോട്ടെന്ന് പറയുന്നത് 1,94,706 കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായതിനേക്കാൾ ഇത്തവണ പോളിംഗ് കൂടാനാണ് സാധ്യത. അതിൽ സ്ത്രീ വോട്ടർമാരെന്ന് പറയുന്നത് 1,29,000 ആണെങ്കിൽ പുരുഷ വോട്ടർമാരെന്ന് പറയുന്നത് 94,417 വോട്ടർമാരാണ്. കൂടാതെ അവിടെ ട്രാൻസ്ജെൻഡേഴ്സായിട്ട് 4 പേരും പിന്നെ പ്രവാസികളായിട്ടുള്ള, അതായത് വിദേശത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് 229 പേരുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ തന്നെ അവിടെ മതപരമായിട്ട് എങ്ങനെയാണ് ആളുകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാൽ 74.3%, ഇത് 2011 സെൻസസ് വെച്ചിട്ടാണ്, 74.3% ഹിന്ദുക്കളാണ്. മുസ്ലിംസ് ആണ്ട് 22.5% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 23% വരുന്ന മുസ്ലിം ജനസംഖ്യ അവിടെ ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻസ് 3.2% ഉണ്ട്, ഏതാണ്ട് ഒരു 7,000 വോട്ടുകൾ വരും.
അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഒരു ശതമാനമാണ് ഈ പറയുന്ന ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറയുന്ന മേഖലകളിലുള്ളത്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുപോലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാലക്കാടുള്ളത് ആകെ ഒരു വലിയ നഗരസഭ ഉണ്ട്, അതിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത്. കൂടാതെ 3 പഞ്ചായത്തുകളും ചേരുന്നതാണ് ഈ പറയുന്ന ഒരു അസംബ്ലി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഒന്ന് നമുക്കറിയാം, പാലക്കാട് നഗരസഭ തന്നെയാണ്. ആ നഗരസഭ കഴിഞ്ഞ 10 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് NDA തന്നെയാണ്. അവിടെ അവർക്ക് വലിയ മേൽക്കൈയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ അവർക്കവിടെ 34,143 വോട്ടുകൾ കിട്ടിയിരുന്നു NDAക്ക്. അതായത് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ ജയിച്ച തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ ഈ ശ്രീധരനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. 34,143 ആണ്. തൊട്ടടുത്ത് വന്നത് ഷാഫി പറമ്പിലാണ്, 27,905 വോട്ടുകളാണ്. LDFന് 16,455 വോട്ടുകളുമാണ്. അതായത് UDFും അവിടെ NDAയും തമ്മിലുണ്ടായിട്ടുള്ള വ്യത്യാസമെന്ന് പറയുന്ന 6,238 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായത് NDAക്കാണ്. ഇത് ആണ് വലിയ തോതിലൊരു എഡ്ജ് NDAക്ക് നൽകുന്ന ഒരു കാര്യം. BJPയെ വലിയ തോതിൽ പ്രത്യാശ ഉണർത്തുന്ന ഒരു കാര്യം അതാണ്. പക്ഷേ അവിടെയുള്ള പിന്നെയുള്ളത് 3 പഞ്ചായത്തുകളാണ്. ഒന്ന് പിരായേരി എന്ന് പറയുന്ന പഞ്ചായത്ത്, രണ്ടാമത്തത് മാത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്ത്, പിന്നെ കണ്ണാടി എന്ന് പറയുന്ന 3ാമത്തെ പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തുകളാണുള്ളത്. ഇതിൽ മാത്തൂരും കണ്ണാടിയും എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ LDFന് 6,614 വോട്ടുകൾ LDFന് കിട്ടിയപ്പോൾ UDFന് 6,445 വോട്ടുകൾ കിട്ടി, NDAക്ക് 6,355 വോട്ടുകൾ കിട്ടി. എന്ന് പറഞ്ഞാൽ കേവലം വളരെ ചെറിയ വ്യത്യാസം, 169 വോട്ടിൻ്റെ വ്യത്യാസമേ ഫസ്റ്റ് വരുന്നവർ സെക്കൻഡ് വരുന്നവരായിട്ടുള്ളൂ. തേർഡ് വരുന്ന ആളായിട്ടും ഏതാണ്ട് 200 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. വളരെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതേസമയം കണ്ണാടിയിലും അതുപോലെ തന്നെയാണ്. LDFന് കഴിഞ്ഞ തവണ LDFന് പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമാണ് ഈ രണ്ടെണ്ണവും, മാത്തൂരും അതുപോലെ തന്നെ കണ്ണാടിയും. 6,078 വോട്ടുകളാണ് LDFന് കിട്ടിയത്. UDFന് കിട്ടിയത് 5,965 NDAക്ക് കിട്ടിയത് 4,697 എന്ന് പറഞ്ഞാൽ UDFും അവിടെ LDFും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 113. ഞാൻ പറഞ്ഞു വന്നത് മാത്തൂരിലും അതുപോലെ കണ്ണാടി പഞ്ചായത്തുകളിലും ഏറ്റവും പ്രബലമായിട്ടുള്ള കക്ഷികൾ LDFും UDFുമാണ്. അവിടെ NDA എന്നാലും തൊട്ടടുത്ത് തന്നെ ഇവരുടെ 90% അടുത്ത് വരുന്ന വോട്ടുകൾ തന്നെ പിടിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ രണ്ടെണ്ണത്തിലും വോട്ടുകൾ വർദ്ധിപ്പിക്കാനായിട്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു, ഏറ്റവും ആദ്യത്തേത് നഗരസഭയാണ്. നഗരസഭയിൽ ഏതാണ്ട് 6,238 വരുന്ന ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭയിൽ അവർക്കുണ്ടായിരുന്നു. അത് എത്തിക്കാൻ കഴിഞ്ഞില്ല, കാരണം ലോക്സഭയിലേക്ക് വരുന്നപ്പോഴത്തേക്ക് ആ ഭൂരിപക്ഷം NDAക്ക് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മാത്തൂർ, കണ്ണാടി എന്ന് പറയുന്ന പഞ്ചായത്തുകളിൽ നിന്ന് വലിയ ഭൂരിപക്ഷം ആർക്കും പ്രതീക്ഷിക്കാൻ വയ്യ. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് പിരായേരി പഞ്ചായത്താണ്. യഥാർത്ഥത്തിൽ ആ പിരായേരി പഞ്ചായത്തിനെ ലക്ഷ്യമിട്ടാണ് ഇന്ന് നമ്മുടെ സുപ്രഭാതത്തിലും അതുപോലെ സിറാജിലൊക്കെ വന്നിട്ടുള്ള പരസ്യങ്ങൾ പോലും. അതിൻ്റെ ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കൊക്കെ വലിയ പ്രാമുഖ്യമുള്ള പഞ്ചായത്താണ്. അവിടെ 2021 തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 12,815 വോട്ടുകളാണ്. 12,815 വോട്ടുകൾ. LDFന് കിട്ടിയിട്ടുള്ളത് 6,614 വോട്ടുകളാണ്. NDAക്ക് കിട്ടിയിട്ടുള്ളത് 6,355 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ NDAക്കും LDFനും തമ്മിൽ കിട്ടിയേക്കുന്നത് ഏതാണ്ടൊരു കഷ്ടി 300 വോട്ടുകൾ, 275 വോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ UDFും മറ്റു കക്ഷികളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, തൊട്ടടുത്ത കക്ഷിയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 6,201 വോട്ടിൻ്റേതാണ്. ഇത് കഴിഞ്ഞ ലോക്സഭയിലേക്ക് എത്തിയപ്പോൾ വീണ്ടും 6,388, 6,400 വോട്ടുകളുടെ വ്യത്യാസത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ BJPക്ക് നഗരസഭയിലുള്ള വരാൻ കഴിയുന്ന ഭൂരിപക്ഷത്തിനെയും കവച്ചു വെക്കുന്ന ഒരു 1000 or 2000 വോട്ട് വേണമെങ്കിൽ കവച്ചു വെക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം പിരായേരി പഞ്ചായത്തിൽ തന്നെ കൃത്യമായിട്ട് കോൺഗ്രസ്സിന് നേടാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ അടുത്ത മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലും വലിയ കുഴപ്പമില്ലാത്ത ലെവലിലുള്ള വോട്ടുകൾ UDFനുണ്ട്. ആ രണ്ടിടത്തും 2021 പോലും LDFാണ് മുന്നിലേക്ക് എത്തിയത്. എന്ന് പറഞ്ഞാൽ 2021 3ാം സ്ഥാനത്തേക്ക് 25% വോട്ടിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ പോലും അവിടെ മുന്നിലെത്തിയത് CPM ആണെന്ന് നിങ്ങൾ ആലോചിക്കും. അത്രമാത്രം CPMന് വലിയ തോതിൽ മേൽക്കൈയുള്ള 2 പഞ്ചായത്തുകളാണ് മാത്തൂറും കണ്ണാടിയും. അപ്പോൾ ഇതിനെയും കവച്ചു വെക്കുന്ന ഭൂരിപക്ഷം പിരായേരിയിൽ UDFന് നേടാൻ കഴിഞ്ഞതാണ്. കഴിഞ്ഞ തവണ UDFനെ അവിടെ വിജയിപ്പിച്ചത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ ആഞ്ഞടിക്കുമ്പോൾ
UDFന് മാത്തൂരും കണ്ണാടിയിലുമൊക്കെ തന്നെ മിക്കവാറും വോട്ട് വർദ്ധിപ്പിക്കാനായിട്ട് UDFന് കഴിഞ്ഞ ലോക്സഭയിലും അത് കണ്ടതാണ്. അതുപോലെ തന്നെ നഗരസഭയിലെ ഭൂരിപക്ഷം കുറക്കുന്നതിനും അവർക്ക് സഹായിച്ചു. കൂടാതെ പിരായിരിയിൽ ഭൂരിപക്ഷം വീണ്ടും കൂട്ടുന്നതിന്, അതായത് ഈ 3 പിരായിരിയിലും കണ്ണാടിയിലും മാത്തൂരിലും അവരുടെ വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിനും അതേസമയം നമ്മുടെ നഗരസഭയിലേക്കുള്ള വോട്ടുകളെ പിടിച്ചു നിർത്തുന്നതിനും ഭൂരിപക്ഷം കുറക്കുന്നതിനും കോൺഗ്രസിന് സഹായിച്ചത് കൊണ്ടാണ് ഏതാണ്ട് 9,000-ഓളം വരുന്ന വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ ശ്രീകണ്ഠൻ അവിടെ മേൽക്കൈ നേടിയത്. ഈ പറയുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ അദ്ദേഹം മേൽക്കൈ നേടിയത് അതുകൊണ്ടാണ്. അപ്പോൾ ആ വോട്ടുകൾ, പിരായേരി പഞ്ചായത്തിലെ വോട്ടുകൾ വളരെ നിർണായകമാണ്. അതെങ്ങനെ ഭിന്നിപ്പിച്ച് തങ്ങൾക്കൊപ്പമാക്കാം എന്ന് പറയുന്ന പരീക്ഷണം കൊണ്ടുകൂടിയാണ് മുസ്ലിം ലീഗിനൊക്കെ വളരെ പ്രാമുഖ്യമുള്ള, മുസ്ലിം സമുദായത്തിന് വളരെ പ്രാമുഖ്യമുള്ള ആ പഞ്ചായത്തിൽ സ്വാഭാവികമായിട്ടും ഈ സുപ്രഭാതത്തിലും നമ്മുടെ സമസ്തയുടെ 2 പത്രങ്ങളിലുമൊക്കെ തന്നെ നടത്തിയിട്ടുള്ള പരസ്യം കൊണ്ട് എങ്ങനെ വോട്ട് കൂടുതലായി പിടിക്കാം എന്നുള്ളതാണ് സിറാജിലെയും ഈ സുപ്രഭാതത്തിലെയും പരസ്യം കൊണ്ട് CPM ആലോചിക്കുന്നത്. അങ്ങനെ പിടിച്ചാൽ അതൊരു പക്ഷേ BJPക്ക് വളരെ വളരെ സഹായകമാകുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. കാരണം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ എൻ ബ്ലോക്കായി ഷാഫി പറമ്പിലിന് കിട്ടിക്കൊണ്ടിരുന്നത് അതങ്ങനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുമോ എന്നുള്ളത് സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ ഇട കൂടി ആ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കൂടി കഴിഞ്ഞാൽ, സന്ദീപ് വാര്യയുടെ വരവ് പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിക്കാൻ കൂടി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നേട്ടമുണ്ടാകും എന്നുള്ളതാണ് CPM വിചാരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ CPMൻ്റെ വിചാരങ്ങൾ മാത്രമാണ്. ജനങ്ങളൊക്കെ അത്രത്തോളം അബദ്ധം കാണിക്കുന്നവരോ ഇവരൊക്കെ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരോ അല്ല. അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാലക്കാടിൻ്റെ ഒരു ദൃശ്യം. അകത്ത് നിന്നുകൊണ്ട് ആർക്കാണ് ജയിക്കാൻ സാധ്യത എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു ജയസാധ്യതയും കണക്കിൽ കുറേ കൂടി എഡ്ജുമുള്ളത് UDFന് തന്നെയാണ്. ആ UDF എത്ര വോട്ടിന് ജയിക്കും എന്നുള്ള ഭൂരിപക്ഷം തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ കാരണം അതിശക്തമായ അടിയൊഴുക്ക് ഭരണവിരുദ്ധ വികാരമുള്ളതാണ്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് അവർ ദൈനംദിനം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള, ഒരു സുഖ സൗകര്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അറിയാം. ആ പ്രശ്നങ്ങൾ അവർ നിരന്തരം ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങളുടെ പ്രതിഫലനം കൂടിയായിരിക്കും ഈ ജാതി മത രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറത്ത് ജനങ്ങൾ വോട്ടാക്കി മാറ്റുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. തീർച്ചയായിട്ടും 5 കൊല്ലത്തിനിടയിൽ നമുക്ക് കിട്ടുന്നൊരു അവകാശമാണ്. ഇവിടെ ഇപ്പോൾ ബൈ ചാൻസിന് ഒരു 1.5 കൊല്ലം കൂടി ഒരു MLA തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ പാലക്കാടൻ ജനത അത് വളരെ കൃത്യമായി വിനിയോഗിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.